അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ വരിഞ്ഞുമുറുക്കി പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇറാനെ ഉപരോധം കൊണ്ട് ശ്വാസം മുട്ടിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇപ്പോൾ അതേ ഇറാന്റെ മുന്നിൽ ഗത്യന്തരമില്ലാതെ മുട്ടുമടക്കിയിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ അനുകൂലമായി ട്രംപ് രഹസ്യരേഖ പുറത്തുവിട്ടിരിക്കുന്നു. പുറത്തിറങ്ങിയ ആ നിർണായക രേഖകൾ ലോകത്തെ അറിയിക്കുന്നത് ഒന്നു മാത്രം: ഇറാൻ കൊടുത്ത പണി കൃത്യമായി തന്നെ അമേരിക്കയ്ക്ക് കിട്ടി. ഇറാനിയൻ എണ്ണ വിപണിയിലെത്തിക്കാൻ രഹസ്യമായി ട്രംപ് അനുമതി നൽകി കഴിഞ്ഞു. ഇറാനിയൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധത്തിൽ അമേരിക്ക ഒടുവിൽ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. വെറും രണ്ടാഴ്ചയ്ക്കിടെ ഇത് മൂന്നാം തവണയാണ് അമേരിക്ക ഇത്തരമൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ ഗതികെട്ടിട്ടാണ് ട്രംപ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതോടെ ട്രംപിന്റെ ഇറാൻ നയം 8 നിലയിൽ പൊട്ടിയെന്ന് വ്യക്തമായിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടം നേരിടുന്ന കടുത്ത സാമ്പത്തിക സമ്മർദ്ദമാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം. അന്താരാഷ്ട്ര എണ്ണ വിപണിയിൽ വില കുതിച്ചുയരുന്നത് തടയാൻ ഇറാന്റെ എണ്ണ വിപണിയിൽ എത്തിയേ തീരൂ എന്ന തിരിച്ചറിവുണ്ടായതോടെയാണ് ട്രംപ് ഈ നിർണായക തീരുമാനം കൈക്കൊണ്ടത്. പുതിയ ഉത്തരവ് പ്രകാരം മാർച്ച് 20-നും ഏപ്രിൽ 19-നും ഇടയിൽ കപ്പലുകളിൽ കയറ്റിയ ഇറാനിയൻ എണ്ണ വിൽക്കാൻ അമേരിക്ക 30 ദിവസത്തെ അനുമതി നൽകിയിട്ടുണ്ട്. ഏകദേശം 140 മില്യൺ ബാരൽ എണ്ണയാണ് ഇതുവഴി വിപണിയിലേക്ക് എത്തുക. യുദ്ധം തുടങ്ങിയതോടെ എണ്ണ വില ബാരലിന് $120 വരെ ഉയർന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിച്ചിരുന്നു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ വിലക്കയറ്റം വലിയ തിരിച്ചടിയാകുമെന്ന് ഭയന്നാണ് ട്രംപ് ഇത്തരം ഒരു സേഫ്റ്റി വാൽവ് തുറന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇറാന്റെ തന്നെ എണ്ണ അവർക്കെതിരെ ഉപയോഗിക്കുക എന്ന വിചിത്രമായ വാദമാണ് ഇതിനെ ന്യായീകരിക്കാൻ ട്രഷറി സെക്രട്ടറി ഉന്നയിക്കുന്നത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്ക നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് അവകാശവാദം. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ തന്നെ ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഇറാനെ സാമ്പത്തികമായി ഒറ്റപ്പെടുത്താൻ ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക തന്നെ ഇപ്പോൾ ഇളവ് നൽകുന്നത് ഇറാന് ലഭിക്കുന്ന വലിയൊരു നയതന്ത്ര വിജയമാണെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നത്. ഈ എണ്ണ വിൽപ്പനയിലൂടെ ഇറാൻ ലഭിക്കുന്ന വൻ വരുമാനം അവർ തങ്ങളുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ ഇത് വളരെ കുറഞ്ഞ കാലയളവിലേക്കുള്ള നിയന്ത്രിതമായ നീക്കം മാത്രമാണെന്നും പുതിയ എണ്ണ ഉൽപ്പാദനത്തിനോ നേരിട്ടുള്ള ഇടപാടുകൾക്കോ അനുമതിയില്ലെന്നും പറഞ്ഞ് വൈറ്റ് ഹൌസ് ഈ നീക്കത്തെ വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം അങ്ങേയറ്റം ഭീതിജനകമായ അവസ്ഥയിലാണ്. ആഗോളതലത്തിൽ വിതരണം ചെയ്യുന്ന എണ്ണയുടെ 20% കടന്നുപോകുന്നത് ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ്. ഇതിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടയുമെന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന അന്ത്യശാസനം. അമേരിക്കയിലേക്കോ ഇസ്രായേലിലേക്കോ ഉള്ള ഒരു തുള്ളി എണ്ണ പോലും ഈ വഴി കടത്തിവിടില്ലെന്ന നിലപാടിലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഫെബ്രുവരി 28-ന് തുടങ്ങിയ സംഘർഷം ഇപ്പോൾ കപ്പലുകൾക്ക് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് വരെ വഴിമാറിയിട്ടുണ്ട്. ഇതിനോടകം 20-ലധികം കപ്പലുകൾ ഈ മേഖലയിൽ ആക്രമിക്കപ്പെട്ടതായി കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഹോർമുസുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി മറികടക്കാൻ ഒമാന്റെ മുസണ്ടം ഉപദ്വീപിലൂടെ ഒരു പുതിയ കനാൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിൽ സജീവമായിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ പൂർണ്ണമായും ഒഴിവാക്കി എണ്ണക്കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ ഈ കനാൽ സഹായിക്കുമെന്നാണ് ഇവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഏകദേശം $100 ബില്യൺ ചിലവ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി ചെലവാക്കേണ്ടി വരും. ഈ മേഖലയിലെ കഠിനമായ മലനിരകൾ തുറന്ന് കനാൽ നിർമ്മിക്കുക എന്നത് സാമ്പത്തികമായും സാങ്കേതികമായും വലിയ വെല്ലുവിളിയാണ്. പനാമ കനാൽ വിപുലീകരണത്തിന് ചിലവായതിനേക്കാൾ വലിയ തുക ഇതിനായി വേണ്ടിവരും. എങ്കിലും ഇറാന്റെ ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടാൻ ഇത്തരമൊരു ബദൽ മാർഗമല്ലാതെ മറ്റു വഴികളിൽ എന്ന ചിന്തയിലാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും. ഇതിനിടയിൽ യുദ്ധം ഇപ്പോൾ ഊർജ്ജ മേഖലയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചാണ് മുന്നേറുന്നത്. ഇറാന്റെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടമായ സൗത്ത് പാഴ്സിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇതിന്റെ വ്യക്തമായ തെളിവാണ്. ഇതിന് പ്രതികാരമായി UAE തീരത്ത് കപ്പലുകൾക്ക് നേരെ അജ്ഞാത മിസൈൽ ആക്രമണങ്ങൾ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UAE തീരത്തിന് സമീപം ഒരു കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കപ്പലിൽ വൻ തീപിടുത്തമുണ്ടായതായും വിവരമുണ്ട്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ അമേരിക്കൻ സൈന്യത്തിന്റെ പക്കൽ ചില രഹസ്യതന്ത്രങ്ങളുണ്ടെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റ് അവകാശപ്പെടുന്നത്. സൈനികമായ കരുത്തുപയോഗിച്ച് ഈ പാത സ്വതന്ത്രമാക്കുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് മേഖലയിലെ സഖ്യകക്ഷികളും ഇതിനായി അമേരിക്കയുമായി സഹകരിക്കുന്നുണ്ട്. എണ്ണവില നിയന്ത്രിക്കാനും ആഗോള വിപണിയെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനും ഈ പാത തുറന്നേ മതിയാകൂവെന്ന് നാറ്റോ തലവനും വ്യക്തമാക്കിയിട്ടുണ്ട്.